ഇന്ന് നമുക്ക് ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പണി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവ്. എന്നാൽ ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്ത കാര്യം അവന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു. അങ്ങനെയുള്ളൊരു ഭർത്താവ് അതെപ്പോഴെങ്കിലും സഹിക്കുമോ? ഇല്ല. ആ പണി കൊടുത്തവനിട്ട് വലിയൊരു പണി ഭർത്താവ് കൊടുത്തു. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത മരണത്തിനപ്പുറമുള്ള വേദനയായിരുന്നു അവർക്ക് കൊടുത്തതും. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു അത്. അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രണ്ട് പയ്യന്മാരായ ഡോണിനെയും സിജുവിനെയുമാണ്. മംഗലത്ത് ടവറിനടുത്തിരുന്ന് തൃശൂർ സിറ്റിയെ മുഴുവൻ നോക്കി കാണുകയാണ് രണ്ടാളും. ഇവർ രണ്ടുപേരും പോളിന്റെ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇനി ഒരു 5 ദിവസത്തേക്ക് ജോലിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഡോണും സിജുവും അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്നതും. അപ്പോഴും പഞ്ചറൊട്ടിക്കാനെത്തിയ പയ്യനോട് പോളിന്റെ കടയെ കുറ്റം പറഞ്ഞിട്ടാണ് രണ്ടാളും പോകുന്നതും. മറ്റൊരു വശത്ത് ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ആരെയോ അത്യാവശ്യമായി കാണാനായി നിൽക്കുകയാണ്. ഫോൺ വിളിച്ചിട്ടും അയാൾ എടുക്കുന്നതേയില്ല. അതേസമയം തിരക്കുള്ള ആ വഴിയിലൂടെ സുരേഷ് എന്നൊരാൾ ഫോൺ ചെയ്തുകൊണ്ട് നടന്നു വരുന്നു. ഇനി എന്തെന്ന് പറഞ്ഞാലും ജോഷിക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നതും. മറ്റൊരു വശത്ത് തൃശൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കമ്മീഷണറായ രഞ്ജിത്ത്. അവിടെ ചെറിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. പുതുതായി ജോയിൻ ചെയ്ത കല്യാണി എന്നൊരു പോലീസ് ഓഫീസറും അവിടെയുണ്ട്. തൃശൂരിലെ പേര് കേട്ട മംഗലത്ത് കുടുംബാംഗമാണ് ഈ കല്യാണി. രഞ്ജിത്ത് പറയും, പണ്ട് ആഘോഷിക്കപ്പെട്ട ഗുണ്ടാ പേരുകൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമായിരുന്നു. എന്നാൽ ഇന്ന് കേൾക്കുന്ന പുതിയ പേരുകളെല്ലാം തൃശൂരിൽ നിന്നാണ്. പോലീസിന്റെ സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കില്ല. ഒരുപാട് ടീനേജേഴ്സ് ഇതിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗുണ്ടകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ച കാര്യം പറയും. തൃശൂരിൽ ആക്റ്റീവായവരുടെ പേരൊക്കെ തിരക്കുമ്പോൾ വാറന്റ് ഡേവിയുടെ പേരിലാണ് അവർ അവസാനം വന്നെത്തിയത്. ഒരുപാട് വാറന്റ് ഇഷ്യൂ ചെയ്തതിനാലാണ് വാറന്റ് ഡേവി എന്നറിയപ്പെടുന്നതും. ഡേവി വലിയ പുള്ളിയാണ്. അവർ കുറച്ച് പിടിപാടുള്ള വലിയൊരു ഗ്യാങ് ആണെന്നും പോലീസുകാർ പറയും. മറ്റൊരു വശത്ത് തിരക്കുള്ള റോഡിലൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നടന്നു വരികയാണ് ഡോണും സിജുവും. ഡോണിനൊരു കാമുകിയുണ്ട്. കാമുകി അവനെ കാണാതെ വിളിക്കുകയാണ്. കൂടാതെ ഈ ഡോൺ സ്ത്രീ വിഷയത്തിലേക്ക് കുറച്ച് മുന്നിലാണ്. എന്നിട്ടവൻ ആരെയോ കാത്തു നിൽക്കും. അപ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു സുരേഷ് ഉണ്ടല്ലോ, അയാൾ നടന്നു വരുന്നതും. സുരേഷിനെ കണ്ട ഡോൺ അയാളെ തടഞ്ഞു നിർത്തിയിട്ട്, ചേട്ടാ, ആ വസ്തു ജോഷി ചേട്ടന് എഴുതി കൊടുക്ക്. എന്തിനാ പ്രശ്നമുണ്ടാക്കുന്നത്? ജോഷി ആകെ കലിപ്പിലാണെന്ന് പറയുമ്പോൾ, എന്റെ വസ്തു ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ജോഷി എന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ, ദേ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്ത് സുരേഷിന്റെ കഴുത്ത് കുത്തിക്കീറി. പഴയ പൊളിഞ്ഞ ATM മുന്നിൽ വെച്ചാണ് സംഭവം നടക്കുന്നതും. എന്നിട്ട് സുരേഷിന്റെ ഡെഡ് ബോഡിയെ അകത്തേക്ക് വലിച്ചിട്ടു. സംഭവ സമയം സിജു തന്റെ കൈവശമുണ്ടായിരുന്ന വലിയ കുട നിവർത്തിയതിനാൽ അതുവഴി പോകുന്നവരാരും സംഭവം കണ്ടില്ല. കൂടാതെ അവിടെ CC ക്യാമറയും ഇല്ലായിരുന്നു. അത്രയും തിരക്കുള്ള റോഡിൽ പട്ടാപ്പകൽ കൊലയും നടത്തി രണ്ടാളും ടെക്സ്റ്റൈൽസിലേക്ക് കയറിപ്പോകും. അതേസമയം കാറിൽ വരികയായിരുന്നു ഗിരിയും ഗിരിയുടെ ഭാര്യയായ ഗൗരിയും. ഗുരുവായൂർ തൊഴുതിട്ട് വരുന്ന വരവാണ്. അപ്പോൾ ഗിരിക്കൊരു കോൾ വരും. ജയരാജ് വാര്യരായിരുന്നു. ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നതാണ്. കൂടെ കുറച്ച് ആർട്ടിസ്റ്റുമുണ്ട്. ദേ ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പേയ്മെന്റ് തരുന്നില്ല എന്ന് പറയുന്നു. ഗിരി ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയും. അങ്ങനെ ഗിരി ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ജയരാജന്റെ കയ്യിൽ കുറച്ച് കാശ് നൽകിയിട്ട് ഇതവർക്ക് കൊടുക്കുവാനായി പറയുമ്പോൾ, വേണ്ട, അവരുടെ കയ്യിൽ നിന്നും വാങ്ങി തന്നാ മതിയെന്ന് പറയുമ്പോൾ, ഇത് വെച്ചേക്ക്, ഞാൻ ആ കാശ് ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കോളാമെന്ന് ഗിരി പറയുന്നു. അവിടെ ഓണറായ ജോഷിയും ഉണ്ടായിരുന്നു. ദേ ഇന്ന് വൈകിട്ടിനകം കാശ് എന്റെ കയ്യിൽ കിട്ടണമെന്ന് ഗിരി പറയുമ്പോൾ, അത് പറയാൻ താൻ ആരാന്ന് ചോദിക്കും മുൻപേ തന്നെ ജോഷിയുടെ കവളിൽ ഗിരിയുടെ കൈ പതിഞ്ഞു. ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഗിരി അവിടെ നിന്ന് പോകുന്നതും. തിരിച്ച് കാറിലെത്തും മുൻപേ തന്നെ ജോഷിയുടെ ആളുകൾ വന്ന് കാശ് തിരികെ കൊടുത്തിട്ട് ക്ഷമയും പറഞ്ഞിട്ട് പോകും. ഗിരിയും കുടുംബക്കാരെല്ലാം ചേർന്നാണ് അമ്പലത്തിലേക്ക് പോയിട്ട് വരുന്നതും. മറ്റൊരു വശത്ത് സിജുവും ഡോണും ATM മുന്നിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴേക്കും ഡോണിന്റെ കാമുകിയും അവിടെ എത്തി. അതാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കാണിച്ചില്ലേ, അവളാണ് കാമുകി. വിളിച്ചിട്ടും ഡോൺ ഫോൺ എടുക്കാത്തതിന് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഡോണിനെ പറ്റി അവൾക്ക് ഒന്നും അറിയത്തേയില്ല. അവരവിടെ നിന്നും നേരെ പോയി കുടയും നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സും കത്തിച്ചു കളയും. മറ്റൊരു വശത്ത് ഗിരിയും ഗൗരിയും പിന്നെ ഗിരിയുടെ കസിനായ സജിയും ഫാമിലിയും നേരെ എത്തിയത് ഗിരിയുടെ സഹോദരിയുടെയും ഭർത്താവായ കുരുവിളയുടെയും അടുത്തായിരുന്നു. അന്ന് സഹോദരിയുടെ പിറന്നാൾ ആയതിനാൽ അമ്മ അവരെ വീഡിയോ കോൾ വിളിക്കും. ഇവരാണ് തൃശൂരിലെ പേര് കേട്ട മംഗലത്ത് കുടുംബം. അവിടേക്ക് കസിനായ കല്യാണിയും കയറി വരും. കല്യാണി പറയും, പുതുതായി ജോയിൻ ചെയ്ത കമ്മീഷണർ വന്ന ഉടനെ തന്നെ ചോദിച്ചത് ഗിരി, ഡേവി, സജി, കുരുവിള ഇവരെ പറ്റിയാ.
അത് കേട്ട് അവരൊക്കെ ചിരിക്കും. ഇവർ 4 പേരും ബിസിനസ് പാർട്ട്നേഴ്സാണ്. കൂടാതെ രഞ്ജിത്തിന് ഗിരിയോട് ചെറിയ ദേഷ്യമുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയം ഗൗരിയെ രഞ്ജിത്തിന് ഇഷ്ടമായിരുന്നു. എന്നാൽ ഗിരി കയറി ഗോളടിച്ചതിനാൽ അതിന്റെ ദേഷ്യമാണ് രഞ്ജിത്തിന്. മറ്റൊരു വശത്ത് മനഃപൂർവ്വം തന്നെ ATMന് മുന്നിലൂടെ നടന്നു പോവുകയാണ് ഡോണും സിജുവും. ATMന് മുന്നിലെത്തിയപ്പോൾ അയ്യോ ദേ ചോര കിടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിച്ച് ബഹളമുണ്ടാക്കുവാനായും തുടങ്ങി. അവിടേക്ക് ഒരുപാട് ആളുകൾ കൂടും. എക്സ് മിലിറ്ററി ഓഫീസറായ ഒരാളാണ് അകത്ത് കയറി നോക്കിയതും സംഭവം കണ്ട് അയാളുടെ തല വരെ കറങ്ങിപ്പോകും. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ദൃക്സാക്ഷികളായ ആ പട്ടാളക്കാരനെയും ഡോണിനെയും സിജുവിനെയും ചോദ്യം ചെയ്തു. സംഭവ സ്ഥലത്തേക്ക് കല്യാണിയും എത്തുകയാണ്. 1.5 വർഷമായി ചീത്തയായി കിടക്കുന്ന ATMന് CC ക്യാമറ ഇല്ലാത്ത വിവരവും പോലീസ് അറിയും. അങ്ങനെ പോലീസ് മൂവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. കൂടെ ഡോണിന്റെ കാമുകിയുമുണ്ട്. ഡോണിനെ അവൾ പരിചയപ്പെട്ടിട്ട് കുറച്ചു ദിവസമായതേയുള്ളൂ എന്ന് പോലീസിന്റെ ചോദ്യത്തിന് അവൾ മറുപടി നൽകി. ഡോണും സിജുവും വളരെ പാവത്തെ പോലെ അഭിനയിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ഡോണിനൊരു കോൾ വരും. അതവർക്ക് കൊട്ടേഷൻ കൊടുത്ത ആളായിരുന്നു. കാശ് എവിടെ വെച്ച് തരണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ട ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ അവിടെ മതിയെന്നും ഡോൺ പറഞ്ഞു. അങ്ങനെ രണ്ടാളും സൂപ്പർ മാർക്കറ്റിലേക്കും എത്തി. ആളിനെ കാണുവാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഗൗരി വന്നിറങ്ങുന്നതും. സ്ത്രീ വിഷയത്തിൽ കുറച്ചു മുന്നിലായ ഡോണിന് ഗൗരിയെ കണ്ടതും മോഹം തോന്നി. ഗൗരിയുടെ പിന്നാലെ പോയ ഡോൺ ആണെങ്കിൽ അവളുടെ വയറിൽ കയറി പിടിച്ചു. ദേഷ്യം വന്ന ഗൗരി ഡോണിനിട്ടൊന്ന് കൊടുത്തു. എന്നിട്ട് ഇറങ്ങിപ്പോകുന്ന സമയമായിരുന്നു ഗിരി അവിടേക്ക് വന്നതും. എന്താ സാധനമൊന്നും വാങ്ങിയില്ലേ എന്ന് ഗിരി ചോദിക്കുമ്പോൾ വേണ്ട വാ പോകാമെന്ന് പറഞ്ഞ് ഡോണിനെയും സിജുവിനെയും നോക്കി. ഗൗരിയുടെ ആ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ ഗിരിക്ക് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ ഗിരി അവരുടെ അടുത്തെത്തിയിട്ട് നീയൊക്കെ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ ചേട്ടനാരാ എന്നായിരുന്നു ഡോൺ തിരിച്ചു ചോദിച്ചതും. ഗിരി രണ്ടിനെയും അടിച്ച് തകർത്തു അവിടെയിട്ട്. എന്നിട്ട് ഗൗരിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ആ ഒരു പ്രശ്നം ഡോണിന്റെയും സിജുവിന്റെയും മനസ്സിൽ പ്രതികാരം വളർത്തി. മറ്റൊരു വശത്ത് സുരേഷിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് ഗിരിയും കൂട്ടരും ഒക്കെ എത്തും. അവിടെ വെച്ച് ജോഷിയെ കാണുകയാണ്. ഈ സുരേഷും ഗിരിയുമൊക്കെ നല്ല കമ്പനിയായിരുന്നു. മാത്രമല്ല ജോഷിയുമായി വസ്തുതർക്കം ഉണ്ടായിരുന്ന കാര്യം അവർക്കറിയാമായിരുന്നു. ജോഷിയാകുമോ സുരേഷിനെ കൊന്നത് എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ താനല്ല എന്ന് ജോഷി ഏറ്റു പറയുന്നുമുണ്ട്. ഇനി ആ വസ്തുവിന്റെ കാര്യം നീ നോക്കണ്ട എന്ന് പറഞ്ഞ് വിരട്ടിയിട്ടാണ് ജോഷി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. മറ്റൊരു വശത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോണിനെയും സിജുവിനെയും കാണാനായിട്ട് അവർക്ക് കൊട്ടേഷൻ കൊടുത്തവർ കാശുമായി എത്തും. അത് മറ്റാരുമല്ല മരിച്ചുപോയ സുരേഷിന്റെ ചേട്ടന്റെ മക്കളായിരുന്നു. സുരേഷിന്റെ പേരിലുള്ള സ്വത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യിപ്പിച്ചതും. 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി അവരുടെ അച്ഛന്റെ പേരിൽ സ്വത്ത് മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഡോണിന്റെയും സിജുവിന്റെയും മനസ്സിൽ ഗിരിയോടുള്ള പ്രതികാരം പുകഞ്ഞുകൊണ്ടേയിരുന്നു. ഗിരിക്കിട്ട് പണി കൊടുക്കുവാനായും അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം ഗിരിയുടെ വീടിന് മുന്നിലൂടെ കറങ്ങുകയാണ് രണ്ടാളും. ഗിരിയും മറ്റാരുമില്ലാത്ത തക്കം നോക്കി അവർ ബാൽക്കണി വഴി വീടിനകത്തേക്ക് കയറി. വീട്ടിൽ ഗൗരിയും ജോലിക്കാരിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാൽക്കണി വൃത്തിയാക്കുന്ന ജോലിക്കാരിയെ പൂട്ടിയിട്ടിട്ടാണ് അവരകത്തേക്ക് കയറിയതും. രണ്ടാളെയും കണ്ടതും ഗൗരി പേടിച്ച് റൂമിനകത്തേക്ക് കയറി കതകടയ്ക്കുവാനായി നോക്കുമ്പോൾ പുറകെ ചെന്ന ഡോണും സിജു കതക് തള്ളി തുറന്നു. ചേച്ചിയോട് സോറി പറയാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ പിടിച്ച് കെട്ടിയിടുന്നു. അവളുടെ ഡ്രസ്സൊക്കെ വലിച്ചഴിക്കും. ചേച്ചി എത്ര സുന്ദരിയാ, നിങ്ങളുടെ പ്രണയ കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ചുമ്മാതല്ല ഗിരിയേട്ടൻ പിറകെ നടന്നത് എന്ന് പറഞ്ഞ് ഗൗരിയെ ക്രൂരമായി റേപ്പ് ചെയ്തു. അതെല്ലാം സിജു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഗൗരിക്ക് സംഭവിച്ചതറിഞ്ഞ് എല്ലാവരും വീട്ടിലേക്കെത്തി. ഗിരിയും ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് വീട്ടിലേക്കെത്തിയതും. ഗിരിയുടെ അമ്മ ഗൗരിക്ക് അടുത്തേക്ക് വരും. ശരീരം മുഴുവൻ മുറിവുകളുമായി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഗൗരിയോട് അമ്മ പറയും, നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾ ശരീരത്തെ തൊട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും സഹിക്കാനും മറക്കുവാനും കുറച്ച് പാടാണ്. എന്നാലും അതുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ജീവിക്കാനാകുമോ? ഇപ്പോൾ നമ്മളെ ഒരു വണ്ടി ഇടിച്ചാൽ എങ്ങനെയാ അതിന്റെ മുറിവുകളെല്ലാം ഉണങ്ങത്തില്ലേ? അതുപോലെ തന്നെയാ ഇതും. അങ്ങനെ കണ്ടാൽ മതി. ഇന്നൊരു കുളി കഴിയുന്നതോടുകൂടി ഇതെല്ലാം മറക്കണമെന്ന് മരുമകളെ മകളെ പോലെ കാണുന്ന ആ ഒരമ്മ വേദനയോടെ പറയും. അതേസമയം തന്നെ നിറ കണ്ണുകളുമായി ഗിരി അവിടേക്ക് കയറി വരും. ഗിരിയോടമ്മ പറയും, ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഗൗരിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. നിനക്ക് കാണണമെങ്കിൽ അവിടെ വന്ന് കാണാം. ഇതെല്ലാം മനസ്സിൽ നിന്ന് കളയണം. ഇനി പ്രതികാരത്തിനൊന്നും പോകണ്ട. നിന്റെ മുന്നിൽ അവന്മാരെ കിട്ടും. അന്ന് നീ അവരെ ചതച്ചേക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടാണ് പോകുന്നതും. അമ്മ പറയുന്നത് കേട്ട് ഗിരിക്ക് നല്ല വാശിയായി. തന്റെ ഭാര്യയ്ക്കടുത്തേക്ക് എത്തുന്ന ഗിരിയോട് ഗൗരി പറയും, ഇതൊക്കെ മനസ്സിന്ന് വിട്ടേക്ക്, ഞാൻ ഓക്കെ ആകും എന്ന് പറയുമ്പോൾ അവളുടെ കൈയെടുത്ത് മാറ്റിയിട്ട് തന്റെ മനസ്സിലെ പ്രതികാരം അത് തീർക്കുമെന്ന വാശിയിലിരിക്കുകയാണ് ഗിരി. വീടിനകത്തെ CCTV ഫുട്ടേജിൽ നിന്നും രണ്ടാളുടെയും ഫോട്ടോ കിട്ടിയത് ഡേവി തന്റെ കൂട്ടാളികൾക്കെല്ലാം അയച്ചു. പോലീസിൽ അറിയിക്കാതെ ഡീല് ചെയ്യാനുള്ള പരിപാടിയാണ് അവർക്ക്.
ഫോട്ടോ കിട്ടിയ ഏകദേശം ഗുണ്ടകളെല്ലാം ഡോണിനും സിജുവിനും വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ ആ ഫോട്ടോ വർക്ക്ഷോപ്പിൽ വന്ന ആ ഒരു പയ്യനും കാണും. ആ ഫോട്ടോ കറങ്ങി പോലീസിന്റെ കയ്യിലെത്തി. രഞ്ജിത്തിന് ഗിരി അവരെ പൊക്കും മുമ്പ് പിടികൂടണമെന്നാണ് ആഗ്രഹവും. ഗിരിയെയും കൂട്ടരെയും പറ്റി മറ്റു പോലീസുകാർ പറയുന്നത് എന്തെന്നാൽ ഗിരിയും ഡേവിയും കുരുവിളയും സജിയും പിന്നെ ഡേവിയുടെ ഭാര്യ ജയയും ഒരുമിച്ച് പഠിച്ചതാണ്. തൃശൂരിൽ വന്നേ പിന്നെ അവർ തിരിച്ചു പോയിട്ടില്ല. സജി ഗിരിയുടെ കസിനാണ്. ഫ്രണ്ട്ഷിപ്പ് പോകാതിരിക്കാൻ കുരുവിള ഗിരിയുടെ സഹോദരിയെ കെട്ടി. ജയയും ഡേവിഡും കെട്ടി. അവർ ഒരുമിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നു. ചില്ലറ കൊട്ടേഷൻ ഒന്നും ചെയ്യുന്നവരല്ല ഇവർ. ഒരു കുടുംബം പോലെ കഴിയുന്ന ഇവർക്കടുത്തേക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് ചെന്നാൽ അവർ നോക്കിയിരിക്കില്ല എന്നും പോലീസുകാർ പറയും. ഈ പോലീസുകാരുടെ കൂട്ടത്തിലും ഗിരിയോടൊക്കെ ഒരുപാട് കാര്യമുള്ള പോലീസുകാരുമുണ്ടേ. അതേസമയം വർക്ക്ഷോപ്പിലെ പോളിനെയും ആ പയ്യനെയും കൂട്ടുകാരെയും ഡേവി കൊണ്ടുവരും. അവർക്കാർക്കും ഡോണിനെയും സിജുവിനെയും പറ്റി നന്നായി അറിയില്ലായിരുന്നു. അവരുടെ സഹായത്തോടെ ഡോണിന്റെ അച്ഛനെയും കാമുകിയും ഡേവി പൊക്കി. ഡോൺ പുതുതായിട്ട് സിമ്മിട്ടിട്ട് അപ്പനെ വിളിച്ചപ്പോൾ കോൾ എടുത്തത് ഡേവിയായിരുന്നു. അപ്പനെ അടിക്കുന്ന കരച്ചിൽ ഡോൺ കേൾക്കും. കീഴടങ്ങിയില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ മുഴുവൻ കൊല്ലും, ഡേവിയ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡോൺ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഡോൺ പണി പാളിയെന്ന് പറഞ്ഞ് ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അപ്പന് വേണ്ടിയൊന്നും കീഴടങ്ങാൻ അവർ തയ്യാറായില്ല. എന്നാൽ അന്വേഷണം തകൃതിയിൽ നടക്കുന്ന സമയം ജയ ഗൗരിക്കടുത്തേക്കും പോയി. വീട്ടിൽ ഡേവി മാത്രമായിരുന്നു. അവിടെ കയറിയ ഡോണും സിജുവും ഡേവിയെയും കൂട്ടാളിയായ സുനിയെയും കൊന്നുകളഞ്ഞു. ആ വാർത്ത ഗിരിക്കും കൂട്ടർക്കും താങ്ങാനാവുന്നതായിരുന്നില്ല. അവരുടെ മനസ്സിലെ പ്രതികാരം നീറിപ്പുകയുന്നുണ്ടായിരുന്നു. ജയയ്ക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല. അവിടെ നിൽക്കാനാകാതെ ഗിരി കാറും എടുത്തു പോകും. ഒരു പാലത്തിൽ കാറ് നിർത്തിയിട്ടിരിക്കവേ പെട്ടെന്നാരോ ഗിരിയുടെ കാറിലേക്ക് ഷൂട്ട് ചെയ്യും. അതവന്മാരായിരുന്നു. ഡേവിയുടെ വീട്ടിൽ നിന്നും അവർ ഗൺ പൊക്കിയിരുന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗിരിക്കും കയ്യിൽ വെടിയേറ്റു. എന്നാൽ ഗിരി തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെല്ലാം റെഡിയാക്കി വെടിവെക്കുമ്പോഴേക്കും അവന്മാർ രക്ഷപ്പെട്ടു പോകും. പക്ഷെ ഗിരി വിട്ടില്ല. അവരെ ഫോളോ ചെയ്തു. ഒരു ഘട്ടത്തിൽ പാലത്തിലെത്തിയപ്പോൾ രണ്ടിനെയും പിടിച്ച് താഴേക്കെറിഞ്ഞു. നല്ല അടിയൊഴുക്കുള്ള പുഴയായിരുന്നു. അവർ മരിച്ചുവെന്ന് ഗിരി ഉറപ്പിച്ചു. തിരച്ചിൽ നടത്തിയിട്ടും കിട്ടിയില്ല. അങ്ങനെ ഗിരിയും ഫാമിലിയും പുറത്തൊക്കെ പോകും. അവിടെ വെച്ച് ജയ ഷൂട്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. പതിയെ പതിയെ എല്ലാവരും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന സമയം. അങ്ങനെ 3 മാസം കടന്നുപോയി. ATM കൊലപാതകത്തിന് പിന്നിലുള്ളവരെയൊക്കെ പോലീസ് അറസ്റ്റും ചെയ്തു. ഡോണും സിജുവും മിസ്സിംഗ് അല്ലേ? പോലീസിന് അവരെ മുൻപേ സംശയമുണ്ടായിരുന്നു. എന്തെന്നാൽ അന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്തായിരുന്നു ഡോണും സിജുവും കൊലപാതകം നടത്തിയിരുന്നതും. അവിടുത്തെ സ്പീക്കർ അഴിച്ച് ATMനടുത്ത് കൊണ്ടുവന്ന് കെട്ടുന്നത് CCTV ഫുട്ടേജിലൂടെ പോലീസ് കണ്ടിരുന്നു. ശബ്ദം കേൾക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തതും. അതാണ് പോലീസ് അവരെ സംശയിക്കുവാനായിട്ടുള്ള കാരണവും. ഒരിക്കൽ രാത്രി കുരുവിള ഡോണിന്റെ വീട്ടിലേക്കും പോയിരുന്നു. കുറച്ച് കാശ് ഏൽപ്പിച്ചിട്ട് അവന്മാർ വരുന്നെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നതും. തിരിച്ചു പോകുമ്പോൾ കാറിന് മുകളിലായിട്ട് ആരോ ഇരിക്കുന്നത് കുരുവിള കാണുകയാണ്. അത് ഡോണും സിജുവുമായിരുന്നു. മരിച്ചുവെന്ന് കരുതുന്ന അവർ. ഞങ്ങൾ ചത്തെന്ന് കരുതിയോ? നിങ്ങളെ കൊല്ലാതെ ഞങ്ങൾ എങ്ങനെ ചാകാനാ? എന്നെ പൊക്കാൻ എന്റെ വീട്ടുകാർക്ക് പോയി കാശ് കൊടുക്കുമല്ലേ എന്ന് ചോദിച്ച് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തുകയാണ്. മറ്റൊരു വശത്ത് ഗിരിക്കൊരു കോൾ വരും. കുരുവിളയുടെ ഫോണിൽ നിന്നായിരുന്നു കോള് വന്നതും. ഗിരിയേട്ടൻ, ഇത് ഞങ്ങളാ. ചത്തെന്ന് കരുതിയോ? അളിയന് ജീവനോടെ വേണമെങ്കിൽ വേഗം വരുവാനായി പറഞ്ഞു. അത് കേട്ടതും ഗിരിയും കൂട്ടരും അവിടേക്ക് പോകും. കാറിനുള്ളിൽ ജീവന് വേണ്ടി പോരാടി കുരുവിളയുണ്ടായിരുന്നു. കുരുവിളയെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. താൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന വിഷമത്തിലിരിക്കുകയായിരുന്നു ഗൗരി. അന്നേ ദിവസം എല്ലാവരെയും അമ്മ വീട്ടിലേക്ക് അയച്ചു. റൂമിലേക്ക് പോവുകയായിരുന്ന അമ്മയെ ലിഫ്റ്റിൽ വെച്ച് പർദ്ദ ധരിച്ചെത്തിയ ഡോണും സിജുവും ചേർന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അടിച്ചു വീഴ്ത്തും. വിവരമറിഞ്ഞ് വരികയായിരുന്ന ഗിരിയോട് കൂട്ടുകാർ വിളിച്ചിട്ട് അവന്മാരെ ഹോസ്പിറ്റൽ പരിസരത്തിട്ട് പോലീസ് പിടികൂടിയെന്ന് പറയുന്നു. സ്റ്റേഷനിൽ അവരെ കാണാനെത്തിയ ഗിരിയോട് കളിയാക്കും വിധമാണ് രണ്ടാളും സംസാരിക്കുന്നതും. ഇനി ഗിരിക്ക് അവരെ ഒന്നും ചെയ്യാനാകില്ല എന്ന ധൈര്യമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. എന്നാൽ അവിടെ എത്തിയ രഞ്ജിത്ത് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഇവന്മാരെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഞങ്ങൾ പൂട്ടുമെന്ന് പറയുമ്പോഴും അതിനൊന്നും മറുപടി കൊടുക്കാതെ ഇറങ്ങി പോവുകയാണ് ഗിരി. അടുത്ത ദിവസം കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോണിനെയും സിജുവിനെയും. എന്നാൽ കോടതി വളപ്പിൽ വെച്ച് രണ്ടാൾക്കും വെടിയേറ്റു. ആരാണ് വെടിവെച്ചതെന്ന് പോലീസിനറിയില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി അത് ഗിരിയുടെ പണിയാണെന്ന് രണ്ടാൾക്കും മനസ്സിലായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാളെയും. അപ്പോഴേക്കും പുറത്തെന്തോ പ്രശ്നം നടക്കും. ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയും ഒക്കെ ചെയ്തു. അത് ഗിരിയുടെ പരിപാടിയാണെന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ റൂമിൽ രണ്ടാളുമില്ല. ഭിത്തി പൊളിച്ചാണ് രണ്ടാളെയും ഗിരിയും കൂട്ടരും കൊണ്ടുപോയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുവന്നതും. അവരുടെ മുന്നിലേക്കെത്തിയ ഗിരിയെ കളിയാക്കും വിധമാണ് രണ്ടാളും സംസാരിക്കുന്നത്. എന്നാൽ ഗിരിയാണെങ്കിലോ രണ്ടിനെയും തല്ലി കെട്ടിത്തൂക്കി നിർത്തും. അപ്പോഴും അവന്മാർ പറയുന്നത്, ഇതാണോ ഗിരിയേട്ടന്റെ സെറ്റപ്പ്?
എന്തൊക്കെയായാലും കൂട്ടുകാരൻ പോയി. ദേ അമ്മ, അളിയനൊക്കെ ഹോസ്പിറ്റലിൽ. പിന്നെ ചേച്ചി സൂപ്പർ അല്ലേ എന്ന് പറഞ്ഞതും സിജുവിന്റെ ദേഹത്ത് ഘടിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടി ശരീരം ചിതറി. അവർ പോലും അറിയാതെയാണ് ശരീരത്തിനുള്ളിൽ ബോംബ് വെച്ചതും. അടുത്തത് ഡോൺ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഡോൺ പേടിച്ചു നിൽക്കുകയായിരുന്നല്ലോ. ഡോണിന്റെ ശരീരവും ചിതറുകയാണ്. അത് ഗിരി കൺകുളിർക്കെ കണ്ടു. കൂടെ ജയയും ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ജയ തൂങ്ങിക്കിടന്ന അവരുടെ കൈകൾ ഷൂട്ട് ചെയ്ത് തറയിലിടും. എന്നിട്ടവർ പ്രതികാരം എല്ലാം പൂർത്തിയാക്കി കാറിൽ കയറി പോവുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.